ഇന്ത്യയിലെ ഹിന്ദുക്കളിലെ ഭൂരിപക്ഷവും വർഗീയ സ്വഭാവമുള്ള ആളുകളല്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വർഗീയത മാത്രം അല്ലെങ്കിൽ ചില നുണകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് മാത്രം ഒരു പ്രസ്ഥാനത്തിന് വളരെയധികം കാലം മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ രാമക്ഷേത്രം അത് ഹിന്ദുത്വവാദം ഇതിനൊന്നും കാര്യമായിട്ടുള്ള ഒരു സ്വാധീനം ഹിന്ദി മേഖലയിലും യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് നമ്മൾ ഉത്തർപ്രദേശിലെ റിസൾട്ടുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. അതേസമയം തന്നെ ഡൽഹി മുഖ്യമന്ത്രിയായ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. മണിപ്പൂർ ഇഷ്യൂ ഉണ്ടായി. പല സ്ഥലത്തും അഹങ്കാരത്തിന്റെ ഭാഷ ആസാമിലെ മുഖ്യമന്ത്രി ആയാലും മറ്റു ചില നേതാക്കളായാലും അഹങ്കാരത്തിന്റെ ഭാഷ ഉപയോഗിക്കുന്നു. അതൊരു പരിധി വരെ വിജയിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഹിന്ദുത്വ അജണ്ടയ്ക്ക് വലിയ പ്രാധാന്യം ഇന്ത്യൻ സമൂഹം നൽകുന്നില്ല എന്നതിന്റെ ഒരു സൂചനയാണ് ഇത് കാണിക്കുന്നത്.